ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. പന്തീരാങ്കാവിൽ യാത്രക്കിടെ കാറിന് തീപിടിച്ചു. കിഷോർ കുമാർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കിഷോർ കുമാറിന്റെ 97ാം ജന്മദിന ആഘോഷം. ഭക്തിപൂർണതയിൽ വളയനാട് ദേവിക്ക് ചാന്താട്ടം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നതിന് കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. എയിംസ് കിനാലൂരിൽ അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു യാഥാർത്ഥ്യം കാലിക്കറ്റ് ചേംബർ ഉയർത്തി കാണിക്കുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് എയിംസ് കിനാലൂരിൽ വരണമെന്നുള്ളതാണ്. മറ്റുള്ള പല ജില്ലകളിലും യഥാർത്ഥത്തിൽ ഇതിനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങൾ വരെ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വരണമെങ്കിൽ അതിന് ആത്യന്തികമായി വേണ്ടത് സ്ഥലത്തിന്റെ ലഭ്യതയാണ്. സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ അവിടെ ഭൂമിയും അടിസ്ഥാന ഒരുക്കങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നതാണ്. കിനാലൂരിൽ മാത്രമാണ് 200 ഏക്കർ ഭൂമി കണ്ടെത്തി കേന്ദ്രത്തെ അറിയിച്ചതും 150 ഏക്കർ KSIDC ഭൂമി ആരോഗ്യവകുപ്പിന് കൈമാറുകയും ചെയ്തു. ഇത്രയും മുന്നോട്ട് കൊണ്ടുപോയ ഒരു സ്ഥലം വേറെ ഒന്നുമില്ല. അതേപോലെ ഇത് 250 ഏക്കർ വരെ ലഭ്യമാക്കുന്ന സാഹചര്യമാണ് ഇന്ന് കിനാലൂരുള്ളത്. ഇങ്ങനെയുള്ള സാഹചര്യം ഒരു ജില്ലകളിലും ഇല്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, സ്ഥലത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തി ആദ്യമായി കേന്ദ്ര ഗവൺമെന്റിന് പ്രപ്പോസൽ സമർപ്പിച്ചത് കോഴിക്കോട് കിനാലൂരിൽ മാത്രമാണ്. അത് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കിനാലൂരിൽ തന്നെ എയിംസ് വരണമെന്ന് കാലിക്കറ്റ് ചേംബർ ആവശ്യപ്പെടുന്നത്. എയിംസ് പദ്ധതിക്കായി കേരള സർക്കാർ ഏറ്റവും കൂടുതൽ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് കിനാലൂരിലാണെന്ന് ചേംബർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 200 ഏക്കർ ഭൂമി കണ്ടെത്തി കേന്ദ്ര സർക്കാരിന് ഔദ്യോഗികമായി നിർദ്ദേശം സമർപ്പിച്ച ഏക സ്ഥലമാണ് കിനാലൂർ. ഇതിൽ 150 ഏക്കർ KSIDCയുടെ ഭൂമി ആരോഗ്യ വകുപ്പിന് കൈമാറിയിട്ടുണ്ടെന്നും ഭാവി വികസനത്തിനായി 250 ഏക്കർ വരെ അധിക ഭൂമി ലഭ്യമാക്കാൻ കഴിയുമെന്നും ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി വ്യക്തമാക്കി. കിനാലൂരിൽ സാധ്യതാ പഠനം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതും പദ്ധതിയുടെ പ്രാധാന്യം സംബന്ധിച്ച് ഹൈക്കോടതി സർക്കാരിന്റെ ശ്രദ്ധ ക്ഷണിച്ചതും കിനാലൂരിന്റെ സാധ്യതകൾക്ക് കൂടുതൽ കരുത്തേകുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി ബോബിഷ് കുന്നത്ത്, ഷാനവാസ് PM, സുബൈർ കൊളക്കാടൻ, അർഷാദ് ആദിരാജ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്തീരാങ്കാവിൽ യാത്രക്കിടെ കാറിന് തീപിടിച്ചു. തീ ഉയരുന്നത് കണ്ട ഡ്രൈവർ ഉടൻ കാർ നിർത്തി പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. അഗ്നിരക്ഷാസേനയും പോലീസും എത്തി തീയണച്ചു. രാമനാട്ടുകര നിന്നും തൊണ്ടയാട് ഭാഗത്തേക്കുള്ള യാത്രക്കിടെയാണ് തീപിടുത്തമുണ്ടായത്. കാറിന്റെ മുൻഭാഗത്തു നിന്നും പെട്ടെന്ന് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ പന്തീരാങ്കാവ് സ്വദേശി ഷാഹുൽ മുക്കാലത്ത് ഉടൻ തന്നെ വാഹനം റോഡരികിൽ നിർത്തി പുറത്തിറങ്ങി. ഓടിക്കൂടിയ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് തീ അണയ്ക്കാൻ തുടങ്ങി. തുടർന്ന് മീഞ്ചന്ത ഫയർ സ്റ്റേഷനിൽ നിന്നും 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേനാംഗങ്ങളും പന്തീരാങ്കാവ് പോലീസും എത്തി തീ അണയ്ക്കുകയായിരുന്നു. ഏറെ നേരം ഇതുകാരണം ഗതാഗതവും തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കിഷോർ കുമാർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ അനശ്വര ഗായകൻ കിഷോർ കുമാറിന്റെ 97ാം ജന്മദിനം ആഘോഷിച്ചു. സംഗീതാസ്വാദകർക്ക് ഹൃദ്യമായ അനുഭവം പകർന്ന കിഷോറിസം എന്ന ഗാനാർച്ചനയാണ് അരങ്ങേറിയത്. അനശ്വര ഗായകൻ കിഷോർ കുമാറിന്റെ ഗാനങ്ങൾ വീണ്ടും മുഴങ്ങിയപ്പോൾ സംഗീത നഗരമായ കോഴിക്കോട് അവയ്ക്ക് കാതോർത്തു. ടൗൺ ഹാളിൽ നിറഞ്ഞു കവിഞ്ഞ ആസ്വാദകർക്കിടയിൽ കിഷോർ കുമാറിന്റെ എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങൾ ഗായകർ ഓരോരുത്തരായി അവതരിപ്പിച്ച് സദസ്സിന്റെ ഹൃദയം കീഴടക്കി. ചടങ്ങ് മുൻ MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കിഷോർ അനിയൻ, കെ സുബൈർ, ബാങ്ക് ഓഫ് ബറോഡ RBD മാനേജർ KJ ജെയിംസ് കുട്ടി, ഫെഡറൽ ബാങ്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അമൃതരാജ് ജോസി, രേഖ അജിത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സലീഷ് ശ്യാം, വിനീഷ് വിദ്യാധരൻ, ഡോക്ടർ അനു ദേവാനന്ദ്, രഞ്ജിനി വർമ്മ, സുനിൽ ഹരിദാസ്, കിഷോർ അനിയൻ എന്നിവരുൾപ്പെടെ നിരവധി ഗായകർ ഗാനാർച്ചനയിൽ അണിനിരന്നു. കോഴിക്കോട് പപ്പൻ ആൻഡ് ടീമായിരുന്നു ഓർക്കസ്ട്ര ഒരുക്കിയത്. മഴയും സംഗീതവും ഒത്തുചേർന്ന സായാഹ്നത്തിൽ കിഷോർ കുമാറിന്റെ അനശ്വര ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ മായാത്ത ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് കിഷോറിസം സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭക്തിപൂർണതയിൽ വളയനാട് ദേവിക്ക് ചാന്താട്ടം. ചടങ്ങുകൾക്ക് കുഞ്ഞിശങ്കരൻ മൂസതും കേശവൻ മൂസതും കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിലെ സുപ്രധാന ചടങ്ങായ ചാന്താട്ടത്തിന് നിരവധി ഭക്തർ സാക്ഷികളായി. വളയനാട് ദേവി ക്ഷേത്രത്തിൽ ചാന്താട്ടം നടത്തി. വട്ടോളി ഇല്ലത്തെ കുഞ്ഞിശങ്കരൻ മൂസതിന്റെയും നടുവിലെപ്പാട്ട് ഇല്ലത്തെ കേശവൻ മൂസതിന്റെയും കാർമ്മികത്വത്തിൽ ചാന്ത് പൂജ, കലശപൂജ, പാണി, ഉച്ചപൂജ എന്നിവ നടത്തി. ആടിയ ചാന്ത് ഭക്തർക്ക് പ്രസാദമായി നൽകി.
ക്ഷേത്രത്തിൽ അത്താഴപൂജ, കളമെഴുത്തുപാട്ട്, ശീവേലി, തുടർന്ന് വാദ്യങ്ങളോടെ കുറുപ്പിന്റെ ഈടും കൂറും നൃത്തവും കൽപ്പനയും കഴിഞ്ഞ് നാന്തകം അകത്തേക്ക് എഴുന്നള്ളിച്ചു. ചാന്താട്ടത്തിനു ശേഷം ഉച്ചപൂജ കഴിഞ്ഞ് നട അടച്ചു. വൈകിട്ട് കാഴ്ച ശീവേലി, പുറത്തെ വേദിയിൽ പോരൂർ ഉണ്ണികൃഷ്ണന്റെ തായമ്പക എന്നിവയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചെസ് അസോസിയേഷൻ കേരളയുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകാരം റദ്ദാക്കിയ നടപടിയും സാങ്കേതിക സമിതി രൂപീകരിച്ച നടപടിയും ഹൈക്കോടതി റദ്ദാക്കിയതായി ചെസ് അസോസിയേഷൻ കേരള. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 2017 ജൂലൈ 10 ചെസ് അസോസിയേഷൻ കേരളയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. അത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന അസോസിയേഷനിൽ കയറി പറ്റാൻ വേണ്ടി ചില തൽപര കക്ഷികളെന്ന് പറയുമ്പോൾ 1-2 ആളുകൾക്ക് മാത്രം കയറി പറ്റാൻ വേണ്ടി യാതൊരു അടിസ്ഥാനവുമില്ലാതെ അവർ നടത്തിയ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ സസ്പെൻഷൻ നടന്നത്. അവർ കൊടുത്ത പരാതി അന്നത്തെ സെക്രട്ടറിക്കെതിരെയുള്ള ഒരു പരാതിയായിരുന്നു. അതിന് സെക്രട്ടറിയെ മാറ്റി നിർത്തുകയോ മറ്റു വല്ല കാര്യങ്ങൾ ചെയ്യാതെ അസോസിയേഷനെ മൊത്തത്തിൽ സസ്പെൻഡ് ചെയ്ത നടപടി കോടതി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. ചെസ് അസോസിയേഷൻ കേരളത്തിന്റെ അംഗീകാരം റദ്ദാക്കുന്നതിന് മുൻപായി പരാതികളുടെ പകർപ്പുകളും അനുബന്ധ രേഖകളും നൽകുകയോ അസോസിയേഷനെ ഫലപ്രദമായി കേൾക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഇത് സ്വാഭാവിക നീതിയുടെ വ്യക്തമായ ലംഘനമാണെന്നും ഹൈക്കോടതി കണ്ടെത്തിയതായും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AM കുഞ്ഞിമൊയ്തീനും ജനറൽ സെക്രട്ടറി VM വിശ്വനാഥനും പറഞ്ഞു. ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അംഗീകാരം തിരിച്ചു തരാൻ കേരള സ്പോർട്സ് കൗൺസിലിന് അപേക്ഷ നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു. സംഘടനയെ ഡിസ്മിസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു മാനദണ്ഡങ്ങളും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് മനസ്സിലാവുകയും കോടതി 3 റിട്ടുകൾക്ക് ഒറ്റ വിധിയായിട്ടാണ് മെഞ്ഞാന്ന് വിധി പുറപ്പെടുവിച്ചത്. അത് വളരെ സന്തോഷം നൽകുന്ന വിധിയാണ്. കേരളത്തിലെ പ്രത്യേകിച്ചും കളിക്കാർക്ക് സ്പോർട്സ് കൗൺസിലിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടാനൊക്കെ ഉതകുന്ന ഒരു വിധിയാണ് എന്ന് ആണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കും ആസ്റ്റർ വളണ്ടിയേഴ്സ് സഹായമെത്തിക്കും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അറിയിച്ചു. വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും മഴക്കെടുതി ദുരിതങ്ങളിൽ കഴിയുന്നവർക്കും ആസ്റ്റർ വളണ്ടിയേഴ്സ് മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കുമെന്ന് ആസ്റ്റർ DM ക്വാളിറ്റി കെയർ എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ കേരളത്തിൽ അതിതീവ്ര മഴ സൃഷ്ടിച്ച വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ വേദനയിൽ പങ്കുചേരുന്നു. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനകം 20 പേർ മരണപ്പെട്ടു, 7 പേരെ കാണാതായി, 100 കണക്കിന് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ദുരിതത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് സാധ്യമായതെല്ലാം സർക്കാരും സന്നദ്ധ സംഘടനകളും ചെയ്യുന്നു എന്നത് ആശ്വാസകരമാണെന്നും ആസാദ് മൂപ്പൻ പറഞ്ഞു. 2018 മുതൽ കേരളത്തിൽ തീവ്ര മഴ കാരണം ചെറുതും വലുതുമായ ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മുന്നൊരുക്കങ്ങൾക്ക് ഇനിയും വൈകിക്കൂടാ. നദികളുടെയും ഡാമുകളുടെയും സംഭരണശേഷി കൂട്ടിയേ തീരൂ. മഴവെള്ളത്തിന് ചെന്നുചേരാൻ ഇടമില്ലാതെ വെള്ളപ്പൊക്കമായി മാറുന്നു. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ ജില്ലകളിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. കോഴിക്കോടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും നിരവധി ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. മഴക്കെടുതിയിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ ആസാദ് മൂപ്പൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർക്ക് പിന്തുണ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ
ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള ബാങ്ക് ഫറൂഖ് ഏരിയ സംരംഭകത്വ സംഗമവും ലോൺ മേളയും നടത്തി. കോർപ്പറേഷൻ കൊളത്ര ഡിവിഷൻ കൗൺസിലർ ഇ ആദം മാലിക് ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന്റെ വികസനം സംരംഭങ്ങളിലൂടെ ഒപ്പമുണ്ട് കേരള ബാങ്ക് എന്ന സന്ദേശവുമായാണ് കേരള ബാങ്ക് ഫറൂഖ് ഏരിയ വായ്പാമേളയും സംരംഭക സംഗമവും സംഘടിപ്പിച്ചത്. റഹിമാൻ ബസാർ മുല്ലവീട്ടിൽ അബ്ദുറഹിമാൻ പാർക്കിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ കൗൺസിലർ ഇ ആദം മാലിക് നിർവഹിച്ചു. ചെറുകിട സൂക്ഷ്മ സംരംഭകർ, വ്യാപാരികൾ, ക്ഷീരകർഷകർ, നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾ, കുടുംബശ്രീ, SHG, JLG യൂണിറ്റുകൾ, വിദ്യാർത്ഥികൾക്കുള്ള വായ്പകൾ തുടങ്ങി എല്ലാ വിഭാഗം ആളുകളെയും സഹായിക്കുന്നതിനായി കേരള ബാങ്ക് ആവിഷ്കരിച്ച വായ്പാ പദ്ധതികൾ വിശദീകരിക്കുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ബാങ്കിന്റെ പ്രവർത്തന പുരോഗതിക്കായി പൊതുജനങ്ങളിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. MSME വായ്പകൾ, പ്രവാസി വായ്പകൾ, KB സ്വർണശ്രീ വായ്പ, ക്ഷീരകർഷക വായ്പകൾ, വ്യാപാർ മിത്ര വായ്പകൾ, KB വിദ്യാഭ്യാസ വായ്പ, കുടുംബശ്രീ, SHG, JLG, KB ജൻ സെഡ് ടെക്നോ ലോൺ, KB ഭവന വായ്പ എന്നിവയാണ് ഉപഭോക്താക്കൾക്കായി പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ബാങ്കിങ് സംവിധാനം ഉള്ളത് ജൻസി ആളുകളുടെ ഇടയിലാണ്. നമുക്ക് ഈ രീതിയിൽ വന്ന ആളുകളുടെ ഇടയിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ജൻസികളുടെ ഇടയിലേക്ക് നമ്മുടെ ബാങ്ക് എത്രമാത്രം എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായി പരിശോധിക്കേണ്ടത്. ഫറൂഖ് ഏരിയ മാനേജർ ശ്രീജ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സീനിയർ മാനേജർ ശ്രീലത അധ്യക്ഷയായി. ബാങ്ക് ജീവനക്കാരും പൊതുജനങ്ങളും വായ്പാ മേളയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കേരള പ്രവാസി സംഘം ഫറൂഖ് ഏരിയ കമ്മിറ്റി പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് അനുമോദനമൊരുക്കി. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൺവെൻഷനും ചേർന്നു. കേരള പ്രവാസി സംഘം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഫറൂഖ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രവാസികളുടെ മക്കളെ അനുമോദിക്കുന്ന ചടങ്ങും സംഘടിപ്പിച്ചു. പരിപാടികളുടെ ഉദ്ഘാടനം പ്രവാസി സംഘം ജില്ലാ പ്രസിഡന്റ് K സജീവ് കുമാർ നിർവഹിച്ചു. കേരളത്തിലെ പ്രവാസങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ നിരന്തരമായ ശ്രമങ്ങളുടെ, വിശേഷ പ്രവാസ സംഘത്തിൻ്റെ ഏറ്റവും ഐതിഹാസികമായ ഒരു സമര പോരാട്ടത്തിൻ്റെ കൂടി ഭാഗമായി പ്രസ്താവിക്കപ്പെട്ടത്. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള കേരളത്തിലെ 3 ക്ഷേമനിധി ഓഫീസുകളുടെ മേഖലാ കേന്ദ്രങ്ങളിലേക്ക്, തിരുവനന്തപുരം, കൊച്ചിയും കോഴിക്കോടുമുള്ള ക്ഷേമനിധി ഓഫീസുകളുടെ മേഖലാ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള പ്രജ്വലമായ മാർച്ച് ആയിരക്കണക്കിന് പ്രവാസികൾ അണിനിരത്തിക്കൊണ്ട് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ പ്രവാസി എന്നുള്ള സ്വത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വലിയ പോരാട്ടം. ആ പോരാട്ടം കേരളത്തിലെ സർക്കാരിനെ കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 1 മാസത്തെ പെൻഷൻ കൊടുപ്പിക്കുന്നതിലേക്ക്
എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മുടെ സംഘടനയുടെ ഈ സംഘാടനവും കരുത്തും ശേഷിയുമായി നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. പി ഗിരീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി CV ഇക്ബാൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പേരോത്ത് പ്രകാശൻ, ജലീൽ ചാലിൽ, വി അബ്ദുൽ ലത്തീഫ്, പ്രവീൺ കൂട്ടുങ്ങൽ, ഗിരീഷ് കടലുണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി N രാജീവൻ, ട്രഷറർ ഡോക്ടർ മുഹമ്മദ് നിഷാന്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് ഓണസമ്മാനമായി ഈ പ്രാവശ്യം 5.04 കോടി രൂപ നൽകും. അധിക പാൽവിലയായി 420 ലക്ഷം രൂപയും കാലിത്തീറ്റ സബ്സിഡിയായി 84 ലക്ഷം രൂപയുമാണ് നൽകുക. മലബാർ മേഖലയിലെ 1 ലക്ഷത്തോളം വരുന്ന കർഷകർക്കും 1200ഓളം വരുന്ന സംഘങ്ങൾക്കും ആനുകൂല്യം ലഭിക്കും. 2026 ജൂൺ 1 മുതൽ 30 വരെ മേഖലാ യൂണിയന് ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങൾ വഴി നൽകിയ നിശ്ചിത ഗുണനിലവാരമുള്ള പാലിന് ലിറ്ററിന് 2 രൂപ വീതമാണ് അധിക പാൽവിലയായി നൽകുക. ഈ കാലയളവിൽ സംഭരിച്ച 210 ലക്ഷം ലിറ്റർ പാലിന്റെ അധിക വിലയായി 4.20 കോടി രൂപ വരും ദിവസങ്ങളിൽ മലബാറിലെ 6 ജില്ലകളിലെ ക്ഷീര കർഷകരിലേക്ക് എത്തിച്ചേരും. മലബാർ മേഖലാ യൂണിയൻ ഭരണസമിതി യോഗമാണ് തീരുമാനം കൈക്കൊണ്ടത്. മേഖലാ യൂണിയന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ക്ഷീരസംഘങ്ങളിലൂടെ വിതരണം നടത്തുന്ന മിൽമ ഗോമതി ഗോൾഡ് കാലിത്തീറ്റ, മിൽമ ബൈപ്രോ കാലിത്തീറ്റ എന്നിവയ്ക്ക് 50 കിലോ ചാക്കൊന്നിന് 100 രൂപ വീതവും, MRDFന്റെ പല്ലറ്റ് രൂപത്തിലുള്ള TMR കാലിത്തീറ്റ ഒരു ചാക്കിന് 50 രൂപ വീതവും ഓഗസ്റ്റ് മാസത്തിൽ സബ്സിഡി നൽകും. വിതരണം തടസ്സപ്പെടുമ്പോൾ സംഘങ്ങൾ നേരിട്ട് വാങ്ങുന്ന സൈലേജിനും സബ്സിഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷകർക്ക് കിലോഗ്രാമിന് 75 പൈസ വീതവും സംഘങ്ങൾക്ക് 25 പൈസ വീതവുമാണ് സബ്സിഡി ലഭിക്കുക. കാലിത്തീറ്റ സബ്സിഡി ഇനത്തിൽ മാത്രം 84 ലക്ഷം രൂപയാണ് കർഷകരിലേക്ക് എത്തുക. ഇതോടെ മേഖലാ യൂണിയൻ പാൽ വിലയ്ക്ക് പുറമെ ഈ സാമ്പത്തിക വർഷത്തിൽ മാത്രം അധിക പാൽവിലയും കാലിത്തീറ്റ സബ്സിഡിയുമായി 10 കോടി രൂപ കർഷകർക്ക് കൈമാറുകയാണ്. അധിക പാൽ വില തുക ഓഗസ്റ്റ് 1 മുതൽ 10 വരെയുള്ള പാൽവിലയോടൊപ്പം ക്ഷീരസംഘങ്ങളുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നും സംഘങ്ങൾ ഈ തുക ഓണത്തിന് മുൻപായി ക്ഷീര കർഷകർക്ക് കൈമാറുമെന്നും മിൽമ ചെയർമാൻ KS മണി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ കോഴിക്കോട് ജില്ലയിലെ കിനാലൂർ ഏറ്റവും അനുയോജ്യമായ സ്ഥലമെന്ന് കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. പന്തീരാങ്കാവിൽ യാത്രക്കിടെ കാറിന് തീപിടിച്ചു. കിഷോർ കുമാർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കിഷോർ കുമാറിന്റെ 97ാം ജന്മദിന ആഘോഷം. ഭക്തിപൂർണതയിൽ വളയനാട് ദേവിക്ക് ചാന്താട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.